വീഡിയോ ബൈ കല്ലു പറഞ്ഞു. ആ നമ്മൾ എന്തിനാണ് ഗൈസ് കളർ അടിക്കാൻ പോകുന്നത്? എല്ലാവർക്കും കാണാം. ആനെ കളർ അടിക്കാൻ പോവാന്നോ കാച്ചി? ആനെ കളർ അടിക്കാൻ പോവാ കാച്ചി. ഗൈസ് അപ്പൊ കല്ലുന്റെ കളർ അടി നമുക്ക് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, ടാറ്റാ ബൈ ബൈ. ഗൈസ് ഇതാ കല്ലു കളർ അടിക്കാൻ പോവുകയാണ് ഗൈസ്. എന്താണ് കല്ലു കളർ അടിക്കാൻ പോകുന്നത്? ആദ്യം ഫക്കീനെയാണ് കളർ അടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് ഗൈസ് ഇവിടുത്തെ പ്രശ്നം. പറ കല്ലു, പറ കല്ലു, ഗൈസിനോട് പറയൂ കല്ലു, പറ. അവര് കണ്ടോണ്ടിരിക്കോ? പറ. ഈ കാശിയാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറ. പറ. ഈ ഇവിടുത്തെ പരിപാടിയെല്ലാം കുളവാക്കുന്നേ. എടാ എടാ നീ എന്താടാ ഇങ്ങനെ വഴക്കാളിയായി പോയത് ഗൈസ്? എന്റെ പാവ കല്ലൂനെ ഒന്ന് പഠിക്കാൻ പോലും സമ്മതിക്കാത്ത കാശിയാണ് ഗൈസ് ഇത്. എന്റെ കല്ലൂനെ കളിക്കാൻ പോലും സമ്മതിക്കത്തില്ല, പഠിക്കാൻ സമ്മതിക്കത്തില്ല, അടങ്ങിയിരിക്കാൻ സമ്മതിക്കത്തില്ല. ഈ ചെറുക്കനങ്ങ് ഭയങ്കര വഴക്കാളിയാണ് ഗൈസ്. ഈ നമ്മളിപ്പോ എന്താണ് ചെയ്യുന്നത് ഗൈസ്? കണ്ടോ, ഞങ്ങക്ക് പടം വരയ്ക്കാൻ അറിയാം ഗൈസ്. ആരാ കല്ലിനെ കളർ അടിക്കാൻ പഠിപ്പിച്ചേ? എന്തോ എന്തോ കേട്ടില്ല. കളർ അടിക്കാൻ പോവാണോ? വെള്ളച്ചാട്ടത്തിലല്ല ഗൈസ് പോകുന്നത്, നമ്മളിപ്പോ നടക്കാൻ പോവുകയാണെന്നാ പറഞ്ഞത്. ഹലോ ഗൈസ്, നമ്മളിപ്പോ നടക്കാൻ പോവാണ് ഗൈസ്. എവിടെയാണ് ഗൈസ് നടക്കാൻ പോകുന്നത്? നമ്മളെ അവിടെ ദൂരെ വരെ പോയിട്ട് വരാൻ തുടങ്ങുക ഗൈസ്. ഓക്കേ ഗൈസ്, കളർ അടിക്കുന്നില്ലേ മോളെ? കരടിച്ചോണ്ടിരിക്കുവാ ഗൈസ്. നമ്മൾ എന്തോ ചെയ്യാൻ പോവാട്ടോ ഗൈസ്. അതൊക്കെ കളക്ടർ അടിക്കുന്നത്. അവിടെ പെൻസിൽ മുഴുവൻ അവൻ കൊണ്ട് കളഞ്ഞു. എന്തോ കാറ്റിയത്? അങ്ങനെ ഞങ്ങൾ തമിഴ്നാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താമസിക്കുന്നതിൻ്റെ പുറകിൽ തന്നെ ഉണ്ട് കേട്ടോ ഒരു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതുവഴിയൊക്കെ ഇങ്ങനെ നടന്നു. അപ്പോൾ അവിടെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തോ എന്താ പയറ്? കൊണ്ടുപോയി ഞാൻ വൻപയറാന്നോ? ഉഴുന്ന് പയറല്ല ഇത്. വേണ്ട വേണ്ട വേണ്ട. അതെടുത്ത വായിൽ. ഇങ്ങനെ ഒരേക്കർ സ്ഥലത്ത് തുമര കൃഷിയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാമ്പാർ തുമരയാണ് കേട്ടോ, സാമ്പാറിനകത്തിടുന്ന തുമര. ഞങ്ങൾ ആദ്യം വൻപയറാണെന്നാണ് വിചാരിച്ചത്, സാധനം തുമര. അതെ, ഈ കളർ കണ്ടിട്ടാണ് വൻപയറിനെ ചെയ്തിട്ട് വെച്ചത്, പക്ഷെ ഒത്തിരി ഉണങ്ങിപ്പോയതാണ്. ഇതാണ് നമ്മുടെ തുമരപ്പരിപ്പാണ് കേട്ടോ. ഞാനിത് എന്തുവാണെന്ന് നോക്കാൻ എടുക്കുന്നതിന് മുമ്പേ കാശെടുത്ത് വായിലിടുക. കണ്ടോ, അതിന്റെ കൃഷിയാണ് ഇതിന്റെ ബാക്കി കാണുന്നത്. അങ്ങനെ ആ ദിവസത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാമിന് ഞങ്ങൾ പോകാൻ റെഡി ആവുമായിരുന്നു. കുറേ ചാർട്ടും വർക്കിംഗ് മോഡലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ പിള്ളേർ രണ്ടുപേരെയുമായിട്ട് കൊണ്ടുവന്നിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. ഇത് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ രണ്ടുപേരും ഇല്ലായിരുന്നു, ഇന്ന് ആദ്യമായിട്ട് പോവുകയാണ്. കരയത്തില്ലല്ലോ? കരയോ? ഇല്ല. കരഞ്ഞാൽ ഇനി കൊണ്ടുവരത്തില്ല. കരഞ്ഞില്ലെങ്കിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കണം കേട്ടോ. ഇനിയും കൊണ്ടുവരണം. പിന്നെ കാശി നോക്കിക്കോണേ.
ഇപ്പം പിള്ളേരെ 2 പേരെയും അച്ഛനെ ഏൽപ്പിച്ചേച്ച് ഞാൻ പോവാണ്. അപ്പം നമ്മൾ കുറേ പേര്, അതായത് എക്സാമിന് പോകുന്ന എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അവിടെ റൂം എടുത്തത്. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്ത് ഓട്ടോയ്ക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ബസ് അവിടെ നിന്നുണ്ട് എങ്കിൽ കൂടിയും നമ്മളിപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ സൗകര്യമാണ്. അപ്പോൾ ഈ ആളുടെ നമ്പർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സാം കഴിയുമ്പോഴും വന്ന് വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഓട്ടോയുടെ ഒരു പ്രത്യേകതയാണ്, മേളിലൊരു തട്ടുണ്ടാവും, താഴെ ഒരു തട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മേളിലും താഴെ. അപ്പോൾ ഒരു ചെമ്മടി ചാട്ടും കാര്യങ്ങളും ഉണ്ട്. പിന്നെ തിങ്ങി നിറഞ്ഞ് പോകണ്ടെന്ന് കരുതി ഇങ്ങനെ കുത്തിയിരുന്നാണ് പോയത്. 2 സൈഡിലായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. നമ്മൾ തിരിച്ച് അവിടുന്ന് വന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇത് കുഴപ്പമൊന്നുമില്ല, ജേർണിയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ എക്സാം ഹാളിൽ വന്നു. ക്ലാസ് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് നമുക്ക് അവിടെ നിന്ന് തന്നെയായിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കോമൺലി എല്ലാം ഫ്രൈഡ് റൈസ്, ബിരിയാണി അങ്ങനെയാണ്. അപ്പോൾ എനിക്കെന്നാൽ ഉച്ചയ്ക്ക് അവിടുന്ന് ഫുഡ് വെജ് ബിരിയാണി ആയിരുന്നു, അത് കഴിച്ചു. എല്ലാവരും പേര് പറഞ്ഞു. പത്മശ്രീ. ബാബയുടെ പേരെന്തുവാ? പേരെന്തുവാ? വാട്ട് ഈസ് യുവർ നെയിം? ആമേയ. യുവർ നെയിം? പ്രണീത് കൃഷ്ണ. മനസ്സിലായോ കല്ലു? കൂട്ടുകാരെയൊക്കെ മനസ്സിലായോ? അല്ല, നിനക്ക് മനസ്സിലായോടാ കൂട്ടുകാര്? മനസ്സിലായോ? ഐതിയോ? നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് അതുപോലെ ഒരു 3-4-5 പുളിമരങ്ങളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ തറയിലും കിടക്കും. പിന്നെ അതുപോലെ നമുക്ക് പറിക്കാവുന്നതൊക്കെ പരുവത്തിനുള്ള ഇഷ്ടംപോലെ പുളി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മുടെ പുളിയിൽ നിന്ന് നമ്മളൊരു പുളി പറിച്ചിട്ടുണ്ട്. നന്ദി. ഓഹ്, തോടങ്ങോട്ട് കളയണം. നീ വീട്ടിൽ അമ്മാമ്മയോട് വാങ്ങിച്ച് കഴിക്കുന്ന സാധനം ഇത് എന്തോ ഇത്? നല്ല പുളി. കാച്ചി എന്നാ പിടിച്ചോ. ആ കൈ നിറച്ച പുളിയാണ്. എങ്ങനുണ്ട്? കൊള്ളോ? പുളി അമ്മാമ്മ തിന്ന പുളി. അമ്മാമ്മ നിനക്ക് തരത്തില്ലേ പുളി? ചേച്ചി തിന്നാന്നോ? വേറെ തരാടാ. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ പുളിമരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതിനടാ എന്തിയാ? പുലിയാന്നോ? എനിക്കിന്ന് വൈകിട്ട് വരെയായിരുന്നു ക്ലാസ്. അപ്പോൾ പിന്നെ ചേട്ടനെ വെളിയിൽ കൊണ്ട് നടക്കാല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. പിന്നെ പശുമമ്മയൊക്കെ കണ്ട് അവരെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എന്തിനാ കരഞ്ഞ്? വിഷമം വരുവാണോ? ഇല്ല, അമ്മ ഇപ്പോൾ വരും. അമ്മ ഇപ്പോൾ പെട്ടെന്ന് വരും. ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ ഫ്രൈഡ് റൈസ് ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അവിടെ പറഞ്ഞല്ലോ വെജ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ ചേട്ടനൊക്കെ ഫ്രൈഡ് റൈസ് കഴിച്ചു. കുട്ടികൾക്ക് ഈ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ വെളിയിൽ പോയാൽ കഴിക്കരുതെന്നൊക്കെയാണ് പറയുന്നത്, എന്നാലും ഇത് അവർക്കിഷ്ടമാണ്. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതലും വിഷമിപ്പിക്കാതെ അവർക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ചിക്കൻ വേണോ? ചിക്കൻ കഴിച്ചോ? ചിക്കൻ ഇഷ്ടമല്ലേ? നോക്കി കാച്ചിക്ക് ചിക്കൻ തരട്ടെ? ചോറ് തരാം. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഇനി എന്തോ കളർ പെൻസിൽ അടിക്കാൻ പോവാന്ന്. എന്താ കളർ ചെയ്യുന്നത്? ഇത് എന്തോ ഇത്? ഇങ്ങനെയാണോ കളർ പെൻസിൽ ചെയ്യുന്നത്? ഇങ്ങനെയാണോ വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട്? ഈ കളറാണോ ചെയ്യുന്നത്? എന്ത് സൈക്കിളാണോ കാച്ചി?
ആണോ? ഉച്ചക്ക് കണ്ണുനീര് വരുന്നോ? ഉച്ച കാണാത്തതിൻ്റെ വിഷമോ? ഉച്ചക്ക് അമ്മയെ കാണാത്തതിൻ്റെ വിഷമോ? അമ്മ ഇനി നാളെ വരുത്തുള്ളൂ. എന്തോ നമ്മൾ വൈകിട്ട് വരത്തില്ല. അമ്മ ഇപ്പം പറഞ്ഞത് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം, നോക്കിക്കോണേ, രാത്രിയാകുമ്പം അച്ഛയുടെ കൂടെ കയറി കിടന്ന് ഉറങ്ങണേ എന്നൊക്കെ പറഞ്ഞു. എന്ത് വഴി ഇത് ചിരിക്കുന്നേ? അത് വായ വെക്കല്ലേ, അത് വായനത്. എന്നാലും ചക്കര ചിരിക്കുന്നോടാ ഉറക്കത്തിൽ നീ ചിരിക്കുന്നത് എന്തിനാടാ? എടാ നീ എന്തിനാ ചിരിക്കുന്നത്? എടാ കള്ളച്ചക്ക നീ ഉറങ്ങുവാതോടാ? എടാ ഉറങ്ങുവാതോടാ? എടാ നീ ഉറങ്ങുവാതോടാ? ചിരിക്കുന്നത് എന്തിനാ? അതാ പോവാ, ധൈര്യം പോവാതെ. ചിരിക്കുന്നത് എന്തിനാടാ? എടാ ചിരിക്കുന്നത് എന്തിനാണ് ഉറക്കത്തിന്? ഉറക്കത്തിൽ ചിരിക്കുന്നത് എന്തിനാണ്? ഉറക്കത്തിൽ വഴക്ക് കെട്ടിയാലും അവന് ചിരിക്കും. അവരും ചെയ്യാൻ ചായ ഇടാം. ചായ കുടിക്കാം. അമ്മ വരാൻ താമസിക്കും. ഉച്ചയ്ക്ക് തലവേദന എടുക്കുന്നു. പാല് വേണോ ചായ വേണോ? കല്ലൂന് കശിക്ക്. ഉറങ്ങി ആ ഓ നല്ല ഉറക്കത്തില്ല. അവിടുത്തെ വഴക്കുണ്ടാക്കി. എടാ കല്ലുണ്ട്. ചായ വേണോ പാല് വേണോ? എന്താണ് പാലെടുത്ത് തരാം. കുറച്ച് നേരം അകത്തിരിക്കും, പിന്നെ വീണ്ടും പിള്ളേർ പതുക്കെ സങ്കടങ്ങളൊക്കെ തുടങ്ങുമ്പോൾ വീട് താഴോട്ട് കൊണ്ടുവരും. അങ്ങനെ ഒന്നാമത്തെ കാര്യം നമുക്കവിടെ അറിയാത്തൊരു സ്ഥലമാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ എടുക്കുന്ന ഏരിയ അതുപോലെ സേഫ് കൂടെ ആയിരിക്കണം. അപ്പോൾ അത്രയും നല്ല സേഫ് ഏരിയ ആയിരുന്നു. ഓണറിൻ്റെ വീട് തൊട്ട് പുറകിലായിരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി സൗകര്യങ്ങളുണ്ടായിരുന്നു വെളിയിറങ്ങി കളിക്കാനൊക്കെ ആയിട്ട്. അമ്മ ഉണ്ടോ നോക്കി? അമ്മ വന്നില്ലേ? എന്തി? കല്ലു ഓടി പോകുന്നില്ല. ഓടിച്ചല്ലടി. നാണോ വന്നു. ഞാൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ശിവരാത്രി ആയിരുന്നു. 26-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് എക്സാം. അപ്പോൾ വൈകുന്നേരം ശിവൻ്റെ അമ്പലം തൊട്ടടുത്തുണ്ടെന്ന് പറഞ്ഞു. അതായത് നമ്മൾ താമസിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ അവിടോട്ട് പോയി. നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പം മറ്റേ കെട്ടുകാഴ്ച അതിൻ്റെയൊക്കെ പുറകെ പോകേണ്ട സമയമാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ഇവിടെ എല്ലാവരും പൂജകൾക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. ഒരു ഹോട്ടലിലാണെങ്കിൽ പോലും രാവിലെ കോലമൊക്കെ വരച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം അന്നത്തെ ദിവസം ഞാൻ ഏകദേശം അങ്ങനെയും കഴിയും. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.